നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റയൽ മാഡ്രിഡ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് പൂർത്തീകരിച്ചത്. കഴിഞ്ഞ കുറേ വർഷക്കാലമായി അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന താരമാണ് കിലിയൻ എംബപ്പെ. പക്ഷെ അതിപ്പോൾ സാധ്യമായിട്ടുണ്ട്. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് PSG വിട്ട എംബപ്പയെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയായിരുന്നു. ഒരു 5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഫ്രാൻസ് യൂറോ കപ്പിൽ നിന്നും പുറത്തായതിന് പിന്നാലെ കിലിയൻ എംബപ്പയുടെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് റയൽ മാഡ്രിഡ് പുറത്തിറക്കിയിരുന്നു. അതായത് താരത്തിന്റെ പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നു അത്. വരുന്ന ചൊവ്വാഴ്ചയാണ് ക്ലബ്ബ് അദ്ദേഹത്തെ സാന്റിയാഗോ ബെർണാബുവിൽ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. പ്രൗഢ ഗംഭീരമായ ഒരു ചടങ്ങ് തന്നെ സംഘടിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ കിലിയൻ എംബപ്പെ റയലിന്റെ 9-ാം നമ്പർ ജേഴ്സിയാണ് അണിയുക എന്നതും ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. മാഡ്രിഡ് നഗരത്തിൽ ഇപ്പോൾ എംബപ്പെ മാനിയെ പിടിപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പ്രസന്റേഷന് വേണ്ടിയുള്ള ടിക്കറ്റുകൾ എല്ലാം തന്നെ വിൽപ്പന ആരംഭിച്ച് മിനിറ്റുകൾക്കകം തന്നെ വിറ്റ് തീർന്നിട്ടുണ്ട്. സാന്റിയാഗോ ബെർണാബുവിലെ കപ്പാസിറ്റി എന്നുള്ളത് 85,000 ആണ്. എന്നാൽ 1 ലക്ഷത്തോളം ആരാധകരായിരുന്നു ഈ ടിക്കറ്റിന് വേണ്ടി ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ടിക്കറ്റ് സ്വന്തമാക്കിയ ചില വ്യക്തികൾ അല്ലെങ്കിൽ ആരാധകർ അതിപ്പോൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നുണ്ട്. ഏകദേശം 200 യൂറോയോളമാണ് ബ്ലാക്ക് മാർക്കറ്റിൽ ടിക്കറ്റിന്റെ വിലയായി കൊണ്ടുവരുന്നത്. ക്ലബ് അംഗങ്ങളിൽ പലർക്കും ഫ്രീ ആയിക്കൊണ്ട് ഈ ഒരു ടിക്കറ്റ് ലഭിച്ചിരുന്നു. അവരിൽ പലരും ഇപ്പോൾ ഓൺലൈൻ ആയിക്കൊണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ഒരു ടിക്കറ്റ് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും സ്പാനിഷ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, എംബപ്പയുടെ ഒഫീഷ്യൽ ജേഴ്സി റയൽ മാഡ്രിഡ് പുറത്തിറക്കിയിരുന്നു. വലിയ രൂപത്തിലുള്ള വിൽപ്പനയാണ് ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. റയൽ മാഡ്രിഡിന്റെ ഒഫീഷ്യൽ സ്റ്റോറുകളിലാണ് എംബപ്പയുടെ ജേഴ്സി ഇപ്പോൾ ലഭ്യമാവുക. ഗംഭീര പ്രതികരണമാണ് ആരാധകരിൽ നിന്നും എംബപ്പയുടെ വരവിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 80,000-ഓളം ആരാധകരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു പ്രസന്റേഷൻ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. ആ റെക്കോർഡ് ഇത്തവണ മറികടക്കാൻ കഴിയും എന്നാണ് റയൽ മാഡ്രിഡ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.